മൈക്രോസോഫ്റ്റിൻ്റെ സഹസ്ഥാപകൻ ബിൽ ഗേറ്റ്സ് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവചനം നടത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ പ്രവചനത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. അതിനു മുൻപ് അദ്ദേഹം പ്രവചിച്ച ഒരു കാര്യം നമുക്ക് ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടിയിരിക്കുന്നു. 2015 മാർച്ച് മാസത്തിലാണ് അദ്ദേഹം TED എന്ന് പറയുന്ന ഒരു ഉച്ചകോടിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചത്. ആ സംസാരത്തിൽ, അന്നത്തെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത്, താമസിയാതെ തന്നെ ലോകത്തെ ഒരു മഹാവ്യാധി പിടികൂടും എന്നാണ്. ആ പ്രവചനത്തിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹം ഇതുവരെയുള്ള മുഴുവൻ പകർച്ചവ്യാധികളെയും ആധികാരികമായി പഠിച്ചിരുന്നു. എബോള, അതേപോലെ തന്നെ സ്പാനിഷ് ഫ്ലൂ, നമ്മളെ നിരവധി പേരെ കൊന്നൊടുക്കിയിട്ടുള്ള വസൂരി, ഇത്തരം ലോകത്ത് ഇതുവരെ ഉണ്ടായിട്ടുള്ള മാരക പകർച്ചവ്യാധികളെക്കുറിച്ച് ആധികാരികമായി പഠിച്ച ശേഷമാണ് 2015 ബിൽ ഗേറ്റ്സ് ഇത്തരം ഒരു പ്രവചനം നടത്തിയത്. സമീപ ഭാവിയിൽ മനുഷ്യകുലത്തെ നശിപ്പിച്ച് കളയുന്ന ഒരു മഹാരോഗം വരാനിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. 2014, അതായത് അദ്ദേഹം പ്രവചനം നടത്തിയത് 2015 അതിന് തൊട്ട് മുൻപുള്ള വർഷം ആഫ്രിക്കയിൽ എബോള വൻതോതിൽ പടർന്നു പിടിച്ചിരുന്നു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇത്തരമൊരു പ്രവചനം നടത്തിയത്. തൻ്റെ തൊട്ട് മുൻപുള്ള ഒരു വർഷത്തെ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് അദ്ദേഹം ഇത്തരമൊരു പ്രവചനം നടത്തിയത്. പക്ഷേ അന്ന് മെഡിക്കൽ രംഗം കാര്യമായി അദ്ദേഹത്തിൻ്റെ പ്രവചനത്തെ പരിഗണിച്ചിരുന്നില്ല എന്ന് വേണം കരുതാൻ. പലരും ശ്രദ്ധിച്ചിരുന്നു അത്തരൊരു പ്രവചനം, പക്ഷേ അത് യാഥാർത്ഥ്യമാകുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ലായിരുന്നു. പ്രവചനം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അതാണ്. ഒരു കാര്യം പറയുന്നു, അത് നടക്കണമെന്ന് ഉറപ്പില്ല. അതാണ് പ്രവചനത്തിൻ്റെ ഒരു പ്രത്യേകത. അദ്ദേഹം അങ്ങനെ പ്രവചിച്ചെങ്കിലും ഇപ്പോൾ നമുക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു ബിൽ ഗേറ്റ്സിൻ്റെ പ്രവചനം സത്യമാണ്. 5 വർഷം കഴിയുമ്പോഴേക്കും ലോകത്തെ മനുഷ്യർക്ക് മുഴുവൻ ബിൽ ഗേറ്റ്സിൻ്റെ 2015 മാർച്ചിലെ പ്രവചനം ശരിയാണ് എന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു. COVID-19 ലക്ഷക്കണക്കിന് മനുഷ്യരെയാണ് ലോകവ്യാപകമായി കൊന്നൊടുക്കുന്നത്. ഓരോ ദിവസവും കഴിയും തോറും കോവിഡ് ബാധിതരുടെയും കോവിഡ് മരണസംഖ്യയും ഉയർന്നു വരുന്നു എന്ന് കാണുമ്പോൾ നമ്മൾ ബിൽ ഗേറ്റ്സ് എത്രമാത്രം പഠിച്ചിട്ടാണ്, ആധികാരികമായി സൂക്ഷ്മതലത്തിൽ പഠിച്ചിട്ടാണ് ആ പ്രവചനം നടത്തിയത് എന്ന് നമുക്ക് ഇപ്പോൾ ബോധ്യപ്പെടുന്നു. ഇനി ആദ്യം പറഞ്ഞ കാര്യത്തിലേക്ക് വരാം. അദ്ദേഹം ഇപ്പോൾ നടത്തിയിരിക്കുന്ന പ്രവചനം അതീവ ഗുരുതരമായിട്ടുള്ള ഒരു പ്രവചനമാണ്. അതായത് 2060 ഇന്നേക്ക് 40 വർഷത്തിനകം മനുഷ്യവംശമടക്കം വലിയ തോതിൽ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് അദ്ദേഹം ബ്ലൂംബെർഗ് ടെലിവിഷനിൽ നൽകിയ അഭിമുഖത്തിൽ പറയുന്നത്. അതിനുള്ള കാരണം എന്താണ്? എന്തെങ്കിലും അസുഖമാണോ? അല്ല. കോവിഡ് പോലെ അല്ലെങ്കിൽ സ്പാനിഷ് ഫ്ലൂ പോലെ ഉള്ള ഏതെങ്കിലും അസുഖം വന്ന് മാനവരാശിയെയും മറ്റ് ജീവജാലങ്ങളെയും കൊന്നൊടുക്കുന്നു എന്നല്ല അദ്ദേഹം പറഞ്ഞത്. മറിച്ച് കാലാവസ്ഥാ വ്യതിയാനമാണ് മനുഷ്യകുലത്തെയും ലോകത്തെയും നശിപ്പിക്കാൻ പോകുന്നത്. ഈ 40 വർഷത്തിനിടയിൽ വൻതോതിൽ മരണം സംഭവിക്കുമെന്നാണ് അദ്ദേഹം പ്രവചിച്ചിരിക്കുന്നത്. കാര്യകാരണ സഹിതമാണ് അദ്ദേഹം പറയുന്നത്. കാരണം അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുന്നു, ഓസോൺ പാളികൾ ഇല്ലാതായി വരുന്നു. അങ്ങനെ നേരിട്ട് സൂര്യപ്രകാശം ഓസോൺ പാളികൾ ഇല്ലാതെ നമ്മുടെ ശരീരത്തിലേക്ക് അല്ലെങ്കിൽ മനുഷ്യ ശരീരത്തിലേക്ക് വ്യാപിക്കുന്നു, മറ്റ് ജീവജാലങ്ങളെ ബാധിക്കുന്നു. സമുദ്രനിരപ്പ് വലിയ തോതിൽ ഉയരുന്നു. കാലാവസ്ഥ വലിയ തോതിൽ മാറി മറിയുന്ന 40 വർഷമാണ് ഇനി വരാൻ പോകുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. കോവിഡിന് മരുന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞേക്കാം, അല്ലെങ്കിൽ മനുഷ്യകുലത്തിന് കഴിഞ്ഞേക്കാം. എബോളയെ ഇല്ലാതാക്കിയതുപോലെ അല്ലെങ്കിൽ പല പകർച്ചവ്യാധികളെയും പിടിച്ചു നിർത്തിയതുപോലെ തന്നെ എയ്ഡ്സിനെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിഞ്ഞു, പൂർണ്ണമായി മരുന്ന് കണ്ടെത്തിയില്ല എങ്കിൽ പോലും. അതേപോലെ തന്നെ കൊറോണയെ പൂർണ്ണമായി ഇല്ലാതാക്കുന്നതോ അല്ലെങ്കിൽ ഒരു പരിധിവരെ നിയന്ത്രിക്കുന്നതോ ആയ വാക്സിനുകൾ കണ്ടെത്താൻ കഴിയും. പക്ഷേ ബിൽ ഗേറ്റ്സ് പറയുന്നത് ഈ കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന മരണത്തെ ഒരു മരുന്ന് കൊണ്ടും നമുക്ക് നേരിടാൻ കഴിയുകയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഒരു ദിവസം 10 കണക്കിന് കാർബൺ ഡൈ ഓക്സൈഡും കാർബൺ മോണോക്സൈഡും അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളുന്നു. അത് വാഹനത്തിൽ നിന്നാകാം, ഫാക്ടറിയിൽ നിന്നാകാം. അങ്ങനെ 10 കണക്കിന് കാർബൺ ഡൈ ഓക്സൈഡും കാർബൺ മോണോക്സൈഡും അന്തരീക്ഷത്തിൽ വ്യാപിക്കുകയും ഓക്സിജന്റെ അളവ് ക്രമാതീതമായി കുറയുകയും ചെയ്യും. അങ്ങനെ ശ്വാസം കിട്ടാതെയുള്ള
മരണമായിരിക്കും ഇനി ഈ 40 വർഷത്തിനിടെ ഉണ്ടാവുക എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോഴത്തെ അവസ്ഥ, അതായത് 2020 അവസ്ഥ തുടർന്ന് പോവുകയാണ് എങ്കിൽ 2100 ആകുന്നതോടുകൂടി മരണത്തിൻ്റെ തോത് 5 ഇരട്ടിയായി വർദ്ധിക്കുമെന്നും അദ്ദേഹം പ്രവചിക്കുന്നു. അദ്ദേഹം നമുക്കറിയാവുന്നതുപോലെ തന്നെ ബിൽഗേറ്റ്സ് ചില്ലറക്കാരനല്ല. ഒരു കാര്യം പറയുമ്പോൾ വെറുതെ വിടുവായിത്തരം പറയുന്ന ആളല്ല. ഒരു കാര്യം പറയുമ്പോൾ അതിൻ്റെ ആധികാരികത സംബന്ധിച്ച് എല്ലാ വശങ്ങളും പരിശോധിച്ച ശേഷമാണ് ബിൽഗേറ്റ്സിനെ പോലെ ഉള്ള ഒരാൾ ഒരു കാര്യം പറയുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളും ലോകം മുഴുവൻ ആധികാരികമായി തന്നെയാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പൂർണ്ണ ബോധ്യം വന്ന കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. അങ്ങനെയാണ് 2015 മാരക രോഗം സമീപഭാവിയിൽ തന്നെ വരുമെന്ന് അദ്ദേഹം പ്രവചിച്ചത്. അതേ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് നിരവധി പഠനത്തിൻ്റെയും ഗവേഷണത്തിൻ്റെയും ഫലമായിട്ടാണ് അദ്ദേഹം ഈ 2060 എന്ന് പറയുന്ന ഒരു ഡെഡ് ലൈൻ വെക്കുന്നത്, 40 വർഷം എന്ന് പറയുന്ന ഒരു ഡെഡ് ലൈൻ വെക്കുന്നത്. ആ 40 വർഷത്തിനകം മനുഷ്യരാശി വൻതോതിൽ, മാനവരാശി വൻതോതിൽ നാശത്തിൻ്റെ വക്കിലേക്ക് പോകും. നിരവധി ജന്തുജാലങ്ങൾ നശിച്ചു പോകും. അതേപോലെ തന്നെ സസ്യജാലങ്ങളും സസ്യങ്ങളും നശിച്ചു പോകാനുള്ള സാധ്യത വളരെയധികമാണ്. അതുകൊണ്ട് വളരെ കരുതേണ്ടിയിരിക്കുന്നു. അന്തരീക്ഷ മലിനീകരണം അടിയന്തരമായി കുറച്ചില്ല എങ്കിൽ മനുഷ്യനെ കാത്തിരിക്കുന്നത് വൻ ദുരന്തമാണ്. അതിന് മരുന്നില്ല. ഒരു ഗുളിക കഴിച്ചാലോ ഒരു ഇഞ്ചക്ഷൻ ചെയ്താലോ വരുന്ന അല്ലെങ്കിൽ മാറുന്ന അസുഖമല്ല കാലാവസ്ഥാ വ്യതിയാനം മൂലം ഉണ്ടാകുന്ന നാശനഷ്ടമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. തീർച്ചയായും അത് ഗൗരവത്തിൽ തന്നെ എടുക്കേണ്ട മുന്നറിയിപ്പ് തന്നെയാണ് എന്ന് നമുക്ക് ഓരോരുത്തർക്കും ബോധ്യപ്പെടേണ്ടതുണ്ട്.